ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയത് പ്രിപ്പയർ ചെയ്യുന്ന വേഗം നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഈ ഒരു പാത്രം ഗ്യാസിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ചൂടായി നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കൊരു സവാള ചെറുതായി നൈസായിട്ട് അരിഞ്ഞത്, വട്ടന അരിഞ്ഞതാണ് കേട്ടോ, അത് ചേർത്ത് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയാൽ മതി. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇത്രയും ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് വലിയൊരു തക്കാളിയാണ് ഞാൻ എടുക്കുന്നത്. അത് വട്ടന അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കാഷ്നട്ട് ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊക്കെ കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. തക്കാളി നന്നായിട്ട് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തുറന്നിട്ട് അതൊന്ന് കുത്തി ഉടയ്ക്കുക. ഇനി അത് മാറ്റി വെച്ച് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഞാൻ ആ പാത്രം തന്നെ വീണ്ടും ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മസാലയായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് ജീരകം പൊടിച്ചതും അതുപോലെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജീരകം ഞാൻ ഇവിടെ തന്നെ പൊടിച്ച കാരണം കുറച്ച് ജീരകത്തിൻ്റെ തരി നിങ്ങൾക്ക് കാണാം. ഇനി നേരത്തെ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾക്ക് എത്ര വേണം നമ്മുടെ കറി അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കുക. ഇനി അത് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഈ സമയത്ത് വീണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അത് അടച്ച് നന്നായിട്ട് തിളച്ച് പനീറൊക്കെ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ തിളച്ച് നന്നായി വരുമ്പോൾ തുറന്ന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇത് കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചെടി നന്നായിട്ട് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി അതൊന്ന് വീണ്ടും ഒന്ന് തിളപ്പിക്കുക. ആ സമയത്ത് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർക്കാം. ഇത് വാങ്ങിയതിന് ശേഷം നമ്മൾ ചേർത്താലും മതി കേട്ടോ. ഫ്രഷ് ക്രീം ചേർത്ത് പിന്നെ ഭയങ്കരമായിട്ട് തിളപ്പിക്കണമെന്നില്ല. ഇനിയൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി കഴിക്കാനായിട്ടത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ആപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ഇത് പോകും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു റെസിപ്പി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.